നമസ്കാരം. ഏവർക്കും ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 23 വെള്ളിയാഴ്ച ദിവസം. അത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. എന്നാൽ ഇന്നത്തെ ദിവസത്തിന് വലിയ ഒരു പ്രാധാന്യം, അതായത് ഒരു പ്രത്യേകതയുണ്ടത് എത്ര പേർക്കറിയാം? എന്നാൽ അറിഞ്ഞോളൂ, ഇന്ന് വസന്ത പഞ്ചമി ദിനമാണ്. അതായത് ഐശ്വര്യത്തിന്റെയും അറിവിന്റെയും പുണ്യ ദിവസം. ഇതിനെ വെറുമൊരു ദിവസമായിട്ട് കണക്കാക്കാൻ പാടുള്ളതല്ല. എന്തെന്നാൽ അറിവിന്റെ ദേവതയായ സാക്ഷാൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്ന പുണ്യ മുഹൂർത്തമാണ് ഇന്ന്. നാളെ വെളുപ്പാങ്കാലം വരെ ആ ഒരു മുഹൂർത്തം നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്ന് സന്ധ്യയ്ക്ക് കൃത്യമായി സമയം പറഞ്ഞാൽ 7 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാവിധ പ്രയാസങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്നത് മാത്രമല്ല, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ സകലവിധ പ്രയാസങ്ങളും മാറുന്നതാണ്. അതായത് 2026 ഫെബ്രുവരി മാസത്തോടുകൂടി ഗ്രഹണ സംയോഗമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി നിലനിർത്തി പറയുമ്പോൾ അങ്ങനെയുള്ളതായ ദോഷങ്ങളിൽ നിന്നൊരു മോചനം, ഒരു രക്ഷ നമ്മൾ ഇപ്പോഴേ കരുതിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് പഠനത്തിന് ഉന്നതി ഉണ്ടാകുന്നതിനും ഗൃഹത്തിൽ ഐശ്വര്യം നിറയാനും ഇന്നേ ദിവസം വൈകിട്ട് 7 മണിക്ക് മുൻപായി ഈ പറയുന്ന കർമ്മം നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ചെയ്യുന്നതിലൂടെ 8 നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിൽ രാജയോഗമോ അതിന് തത്തുല്യമായതോ ആയ ഫലങ്ങൾ വന്നു ചേരുന്നതാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഭക്തിയാണ് അത്യാവശ്യം. ഭയഭക്തി ബഹുമാനത്തോടു കൂടി നമ്മൾ നിറവേറ്റുന്നതായ ഓരോ പ്രവൃത്തിയിലും ഈശ്വരാധീനം നിഴലിക്കും എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് ശ്രവിക്കുക. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കൂ, എന്താണ് ഇന്നത്തെ ദിവസ പ്രത്യേകത എന്നത്. അതായത് മാഘമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി തിഥിയാണ് വസന്ത പഞ്ചമി എന്നറിയപ്പെടുന്നത്. അതായത് ഇന്നേ ദിവസം വിദ്യയുടെ ദേവി സാക്ഷാൽ നമ്മുടെ സരസ്വതി ദേവി ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് ആവിർഭവിച്ച ദിവസം എന്നതാണ് പുരാണങ്ങൾ വ്യക്തമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസത്തിന് ശ്രീപഞ്ചമി എന്നും മറ്റൊരു പേരിട്ട് വിളിക്കുന്നുണ്ട്. സാധാരണയായി ഇന്ന് വിദ്യാരംഭത്തിന് അതേപോലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരു ദിവസം കൂടിയാണ് ഈ വസന്ത പഞ്ചമി. കാരണം ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും സംയുക്തമായ ഒരു അനുഗ്രഹം ഇന്നത്തെ ദിവസം ധാരാളമായി ഉണ്ടാകുന്നതാണ്. പോരാത്തതിന് വെള്ളിയാഴ്ചയും ബുദ്ധി, ധനം ഇതൊക്കെ വർദ്ധിക്കുന്നതിന് ഇന്നേ ദിവസം മുതൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ പറയാൻ പോകുന്ന 8 നക്ഷത്രക്കാർക്ക് രാജയോഗ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ശുക്രന്റെ ദിവസമായ വെള്ളിയാഴ്ചയും സരസ്വതി പ്രീതികരമായ പഞ്ചമിയും കൂടെ ചേരുമ്പോൾ അത് കലാകാരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ ഒരു മാറ്റത്തിന്റെ, ഒരു ഐശ്വര്യത്തിന്റെ, നേട്ടത്തിന്റെ തുടക്കമായി വരും. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മുൻപ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കർമ്മം കൂടിയുണ്ട്. വളരെ ശ്രദ്ധയോടെ ഭക്തിയോടുകൂടി നിങ്ങൾ ഇതൊന്ന് കേട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇന്നൊരു വൈകിട്ട് 7 മണിക്ക് മുൻപ് സന്ധ്യാസമയം, അതായത് പ്രദോഷ സന്ധ്യയോട് അടുപ്പിച്ച് നിങ്ങൾ ചെയ്യേണ്ടത്, കുളിച്ച് ശുദ്ധിയായതിനു ശേഷം വീടിന്റെ പൂജാമുറിയിലോ അതല്ലെങ്കിൽ കിഴക്ക് ദിക്കിലായിട്ടോ ഒരു നിലവിളക്ക് തെളിയിക്കുക. സർവ്വസാധാരണമായ എല്ലാ വീടുകളിലും ഇപ്പോൾ രാവിലെയും വൈകിട്ടും നിലവിളക്ക് തെളിയിക്കാറുണ്ട്. ഇനി സാധ്യമാണെങ്കിൽ നിങ്ങൾ നെയ്വിളക്ക് ഇന്ന് ദിവസം തെളിയിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ്. കാരണം വസന്ത പഞ്ചമി ദിനം കൂടിയായതിനാൽ നെയ്ദീപം തെളിയിക്കുന്നതായിരിക്കും ഏറ്റവും ശ്രേഷ്ഠകരമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ 2 തിരിയിട്ട് ഒന്ന് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനമായിട്ട് പൂജാമുറിയിലോ അല്ലെങ്കിൽ കിഴക്ക് ദിക്കിലോ ഒരു ദീപം തെളിയിക്കുക. കൂടാതെ
സരസ്വതി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മഞ്ഞ പുഷ്പങ്ങളാണ്. കാരണം ഇവ വസന്തത്തിന്റെ നിറം കൂടിയാണ്. അതിനാൽ തന്നെ വിളക്ക് തെളിയിച്ച് വെറുതെ വെച്ചാൽ മാത്രം പോരാ, കുറച്ച് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ, അതായത് കൊന്നപ്പൂ ഇപ്പോൾ സർവ്വസാധാരണമായി എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പൊ കൊന്നപ്പൂ ആകാം, മഞ്ഞ നിറത്തിലുള്ള പുഷ്പമാണ് നമുക്ക് ആവശ്യം. കൊന്നപ്പൂ ആകാം, അല്ലെങ്കിൽ ജമന്തി ആകാം. അങ്ങനെ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ കൂടി ദേവിക്ക് സമർപ്പിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഗൃഹത്തിൽ പഠിക്കുന്ന കുഞ്ഞു മക്കൾ ഉണ്ടെങ്കിൽ കുട്ടികളുടെ ഒരു പുസ്തകവും ഒരു പേനയും നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ ആ പൂജ ചെയ്യുന്ന വ്യക്തി അല്ലെ വിളക്ക് തെളിയിക്കുന്ന വ്യക്തിയും വിദ്യ അഭ്യസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പേന, ബുക്ക്, അതേപോലെ തന്നെ ഉദാഹരണത്തിന് ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടല്ലോ, ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾ, അതേപോലെ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ലാപ്ടോപ്പ്, അങ്ങനെയുള്ള നിങ്ങളുടെ ലാപ്ടോപ്പ്, നിങ്ങൾ എഴുതുന്ന ഡയറി, ഇതൊക്കെയും ആ നിലവിളക്കിന് മുന്നിൽ വെച്ച് നിങ്ങൾക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാവുന്നതാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെല്ലാം ശേഷം വിളക്കിന് മുന്നിൽ ഇരുന്നു കൊണ്ട് സരസ്വതി ദേവിയുടെ മൂലമന്ത്രം 27 തവണ കൂടി ജപിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. മന്ത്രം ഇങ്ങനെയാണ്: ഓം ഐം സരസ്വത്യൈ നമഃ. ഇതെല്ലാവർക്കും അറിയുന്നതാണ് സരസ്വതി ദേവിയുടെ മൂലമന്ത്രം. അത് ഇന്നേ ദിവസം എന്ന് മാത്രമല്ല, എപ്പോഴും നിങ്ങൾക്ക്, അതായത് കുഞ്ഞുമക്കൾക്ക്, വിദ്യ ചെയ്യുന്ന ഏതാളുകൾക്കും, കുഞ്ഞുമക്കൾക്കെന്നല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആർക്കായാലും ഇത് ജപിച്ച 27 തവണ ദിനവും ജപിച്ചാൽ ബുദ്ധി, മൈൻഡ് ഒക്കെ ഷാർപ്പ് ആകുന്നതിന് സഹായിക്കും. അപ്പോൾ ഈ മന്ത്രത്തിലെ ഐം എന്നത് വിദ്യയുമായി ബന്ധപ്പെട്ട ബീജമന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സന്ധ്യയ്ക്ക് 7 മണിക്ക് മുൻപ് ഇത് ജപിക്കുന്നത് ബുദ്ധിക്ക് തെളിച്ചമുണ്ടാകാനും, എന്ത് തീരുമാനം എടുത്താലും അതൊക്കെ തെറ്റായി പോകുന്നു എന്ന് പരാതി പറയുന്നവരുണ്ടാകുമല്ലോ, അതൊക്കെ മാറി എടുക്കുന്ന തീരുമാനങ്ങൾ ഷാർപ്പായി നിൽക്കുന്നതിനും അത് വിജയത്തിലേക്ക് എത്തിക്കുന്നതിനും നിങ്ങൾക്ക് സഹായകമാകുന്നതാണ്. സാധിക്കുമെങ്കിൽ മാത്രം അല്പം കൽക്കണ്ടമോ അതല്ലെങ്കിൽ ശർക്കരയോ അല്പം പായസമോ ഒക്കെ ദേവിക്ക് നിവേദ്യമായിട്ട് വെക്കാവുന്നതാണ്. അത് വേണമെന്നില്ല. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ 7 മണിക്ക് മുൻപേ തന്നെ ഇതെല്ലാം ചെയ്ത് പൂർത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. സരസ്വതി ദേവിയുടെ കടാക്ഷം ആ ഗൃഹത്തിന്റെ പടിവാതിൽ കടന്ന് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നെത്തുന്നതിന് ഇത് ചെയ്യുക. വിശ്വാസത്തോടെ നിങ്ങളത് ചെയ്തു നോക്കുക. ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്ന കാര്യമാണ് ഈ വസന്ത പഞ്ചമി എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത വർഷം വരെ നമ്മൾ അതിനായി കാത്തിരിക്കേണ്ട കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഈ ഒരു വസന്ത പഞ്ചമി ദിനത്തിൽ ഈ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ 2026 അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ, മാറ്റങ്ങൾ വരാൻ യോഗം സിദ്ധിക്കുന്ന ആ 8 നക്ഷത്രക്കാർ ആരൊക്കെയെന്ന്. ഇതിൽ ആദ്യത്തെ നക്ഷത്രമായി പറയാനുള്ളത് അശ്വതി തന്നെയാണ്. തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്നതിനും ഇതുവഴി സാധ്യതയുണ്ടാകും. കൂടാതെ വിദേശത്ത് പോകണമെന്നതാണ് ഇപ്പോൾ മിക്ക ആളുകളുടെയും ആഗ്രഹം. കാരണം നല്ല രീതിയിൽ സമ്പാദിക്കണം, അത് തന്നെയാണല്ലോ ഏതൊരു വ്യക്തിയുടെയും മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള വഴി, വിദേശ തടസ്സങ്ങൾ മാറി അതിന് തെളിച്ചം ഉണ്ടാകുന്നതിനും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം വന്നു ചേരുന്നതിനും നിങ്ങൾ ഇന്നേ ദിവസം അശ്വതി നക്ഷത്രക്കാർ ഈ മുകളിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് ചെയ്യുക. അതിനുശേഷം വരുന്ന മാറ്റം നിങ്ങളൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, എല്ലാവിധ തടസ്സങ്ങളും മാറി അനുകൂല സമയം തെളിയുന്നതാണ്. ഇനി രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ്. സാമ്പത്തികമായ ഒരു ഉന്നമനം ഉണ്ടാകും. മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന വാർത്ത, ശുഭവാർത്തകൾ ശ്രവിക്കുവാനുള്ള യോഗവും വന്നു ചേരും. ഇനി മൂന്നാമത്തെ നക്ഷത്രം പുണർദമാണ്. വിദ്യാർത്ഥികൾക്ക് ഇത് ചെയ്യുന്നതിലൂടെ ഏറ്റവും നല്ലൊരു സമയമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. കൂടാതെ പരീക്ഷയൊക്കെ വരാൻ പോവുകയാണ്. മത്സര പരീക്ഷകളിൽ വിജയവും നിങ്ങൾക്ക് ഉറപ്പാകുന്നതാണ്. കാരണം എന്തെന്നാൽ നമ്മൾ സരസ്വതി ദേവിയെയാണ് പ്രീതയാക്കുന്നത്. അറിയാമല്ലോ, സരസ്വതി ദേവി പ്രീതയായാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പഠിച്ചാലും അത് നമ്മുടെ മൈൻഡിൽ ഷാർപ്പായിട്ട് ഇരിക്കുന്നതിനും അത് പേപ്പറിലേക്ക് പകർത്തുന്നതിനും വിദ്യ കൊണ്ട് നേട്ടം കൊയ്യുവാനും സാധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം മകമാണ്. തൊഴിൽ തടസ്സങ്ങൾ മാറും. പുതിയ ജോലി ലഭിക്കാനോ അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാന കയറ്റത്തിനോ ഒക്കെ സാധ്യതയുണ്ടാകും. ഇനി ഉത്രം നക്ഷത്രക്കാരുടെ കാര്യം പറയുമ്പോൾ കുടുംബത്തിൽ ഐശ്വര്യം നിറയും. ഏറെ നാളായി ആഗ്രഹിച്ച ഒരു കാര്യം സാധ്യമാകുന്നതിനും ഇതുവഴി
നിങ്ങൾക്ക് നടപ്പിലായി കിട്ടും. ചോതി കലാപരമായി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അംഗീകാരങ്ങളൊക്കെ ലഭിക്കും. വരുമാനത്തിലും ഗണ്യമായ വർധനവ് വന്നു ചേരും. തിരുവോണം സരസ്വതി കടാക്ഷം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു നക്ഷത്രം എന്ന് തന്നെ പറയാം തിരുവോണ നക്ഷത്രത്തിന്. ഏത് കാര്യത്തിൽ കൈവച്ചാലും വിജയമായി സരസ്വതി ദേവിയുടെ അനുഗ്രഹം കൂടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇനി എട്ടാമത്തെ നക്ഷത്രം രേവതിയാകുന്നു. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും കഴിയുന്നതാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർ തീർച്ചയായും ഇന്ന് വൈകിട്ട് സരസ്വതി മന്ത്രം ജപിക്കാൻ മറക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനും മറക്കരുത്. ഇത് മറ്റുള്ളവർ ചെയ്താൽ ദോഷം ഉണ്ടാകും എന്നൊന്നും അല്ല. 8 നക്ഷത്രക്കാർക്ക് എന്നല്ല, ആർക്കും ചെയ്യാവുന്നതാണ്. ദൈവം ഇന്നൊരാൾക്ക് എന്നൊന്നുമില്ല, എല്ലാവർക്കും തുല്യമാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുള്ളത്, അല്ലെങ്കിൽ ദൈവത്തിന് തിരിച്ചുള്ള ഭക്തി സ്നേഹവും ഒക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായി പറയുമ്പോൾ ചില മാറ്റങ്ങൾ വരാൻ പോകുന്ന നക്ഷത്രക്കാർ ഇവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം വൈകിട്ട് 7 മണിക്ക് മുൻപേ തന്നെ ഇവർ ഈ കാര്യങ്ങളിലൂടെ ചെയ്താൽ കൂടുതൽ നേട്ടവും ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇതൊരു ടേണിംഗ് പോയിന്റായി നിങ്ങളുടെ ജീവിതത്തിൽ മാറും എന്ന് സാരം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സമയം കളയരുത്. ഇപ്പോൾ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഒന്ന് നടത്തുക. ഇന്ന് 7 മണിക്ക് മുൻപേ തന്നെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. വിദ്യാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ അറിവ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. കാരണം അറിവ് പങ്കുവെക്കുന്നതിലൂടെ അത് കുറയുകയല്ല, കൂടുകയാണ്. അതിന്റെ മഹത്വമായാലും അറിവായാലും കൂടുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിനു മുൻപേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നതുകൂടി രേഖപ്പെടുത്തൂ. ഇത് അഥവാ ചെയ്തിട്ടില്ല, ഇന്നത്തെ ദിവസത്തിന്റെ മഹത്വം ഇപ്പോൾ ഈ നിമിഷം വീഡിയോ കണ്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതെങ്കിലും സാരമില്ല. ഇന്ന് 7 മണിക്ക് മുൻപേ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്തു പൂർത്തിയാക്കി അമ്മ മഹാമായയുടെ, പരാശക്തിയുടെ, സർവചരാചരങ്ങളുടെയും നന്മയ്ക്കായി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അത് വലിയ നേട്ടമായി നമ്മളിലേക്ക് തന്നെ വന്നു ചേരും എന്നതുകൂടി മനസ്സിലാക്കുക. ഏവർക്കും മംഗളം ഭവിക്കട്ടെ. നന്ദി.